മാളൂട്ടിയെ കുറിച്ച് നമ്മൾ വീണ്ടും പറയേണ്ടതായിട്ടുണ്ട്. അന്ന് ആ ഒരു സിനിമ അന്ന് അത്രയും നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇപ്പം തേവർ മകന്റെ ഡാം പൊട്ടിക്കുന്ന സീൻ എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു സാങ്കേതികത്വങ്ങൾ ഇത്രയും പരിമിതമായ ഒരു സമയത്ത് അതിനെ ഇത്രയും ഹോൾഡ് ചെയ്ത് നിർത്തുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിന്റെ മാളൂട്ടിയുടെ ഷൂട്ടിങ് ഞങ്ങളുടെ വീടിന്റെ പുറകില് നടത്തിയിട്ടുണ്ട്. അതായത് ഈ കുഞ്ഞു വീഴുന്നു അല്ല ആ ഹോള് ഒരു പോർഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്, ഇങ്ങനെ ഒരു സിലിണ്ടറിക്കൽ പോലെ. എന്നിട്ട് അതിന്റെ കുറച്ച് പാച്ച് എടുക്കണമായിരുന്നു. അപ്പൊ അത് നമ്മുടെ വീടിന്റെ പുറകിലാണ് ചെയ്തത്, ബാക്ക് യാർഡില്. ഇത് മാത്രം കൊണ്ടുവന്ന് വെച്ചാൽ മതിയല്ലോ, അതിനായിട്ട് ലൈറ്റും വെച്ചാൽ. ഈ കൊച്ചിനെ അവിടെ ഇരുത്തിയിട്ട് ചെയ്യണത് നമ്മളൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ശ്രീകുട്ടിയൊക്കെ ഇങ്ങനെ എത്തി നോക്കി കാണുന്നുണ്ട്. അപ്പൊ അന്ന് ആ കുട്ടിക്ക് ഒരു ട്രോമ ഉണ്ടായി. ഒറിജിനൽ ഷൂട്ട് ചെയ്ത സമയത്ത് രാത്രി ഷൂട്ട് ചെയ്യുമ്പോൾ ഈ മഴവെള്ളം ഒലിച്ചു വരുന്നത് ഇവരെടുത്ത സമയത്ത് ഇവരെങ്ങാണ്ട് ഇച്ചിരി വെള്ളം നോർമൽ ടെമ്പറേച്ചർ ആയിരുന്നു, രാത്രിയായിരുന്നു. അപ്പൊ കൊച്ചിന് തണുപ്പടിച്ചു, കൊച്ചിന് ട്രോമയായി. പിന്നെ അതിൽ ഇതിനകത്ത് ഇരുത്തുമ്പോൾ വേറെ റിയാക്ഷൻസ് എടുക്കുമ്പോൾ കൊച്ചു പറയണ വെള്ളം ഒഴിക്കല്ലേ പ്ലീസ്, വെള്ളം ഒഴിക്കല്ലേ. അതായത് ഇവര് പറയുന്നുണ്ട് ഇല്ലല്ല വെള്ളമൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. പാടാണ് ഈ കുട്ടിയെ വെച്ചൊക്കെ ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കരിച്ച കളിയാണ് അന്നത്തെ കാലത്ത് അല്ലേ. ആൻഡ് അത് സക്സസ്ഫുള്ളി അന്ന് ഷൂട്ട് ചെയ്ത് തീർക്ക്. അപ്പൊ ഇത്തരം ഗ്ലിംസസ് ഒക്കെ ഞാനൊരു സംവിധായകനാവുന്നതിൽ ഒരുപാട് ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്നതിലും. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ആർട്ടിന്റെ ഇത് കിട്ടിയിട്ടുണ്ടോ? അത് വരാകിര ഒന്നും ഇല്ല, എന്നാലും ഐഡിയ വരും. ഫോട്ടോ ഒക്കെ എടുക്കും. രതിനിർവേദം എന്ന് പറയുന്ന പടം എടുക്കുമ്പം അത് വേറൊരു കൗമാര ചാബല്യങ്ങളുടെ, അതായത് നമ്മുടെ സമൂഹത്തിൽ ആൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു കൗമാരത്തിലുണ്ടാകുന്ന എല്ലാ ഫ്രസ്ട്രേഷൻസും അതിൻ്റെ ഒരു വലിയ മെസ്സേജുള്ള സിനിമയത്. ഇപ്പൊ ഭരതേട്ടനെ ഒരുപാട് പേര് അന്ന് പറഞ്ഞിരുന്നു, ഭരതേട്ടൻ്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ സെക്സിൻ്റെയും വയലൻസിൻ്റെയും അതിഭാവത്തുള്ള സിനിമകളെന്നാണ്. പക്ഷേ അതിനകത്തൊക്കെ വലിയ മെസ്സേജുകളായിരുന്നു. 38 മലയാള സിനിമകളാണ്. ഈ 38 സിനിമകളും 38 സബ്ജക്റ്റാണ്, ചിന്തിക്കാൻ പറ്റാത്ത. ഇതിന്റെ ഒരു അതിഭാവുകത്വം ഉണ്ടെന്ന് പറഞ്ഞ ആരോപണങ്ങൾ നിൽക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം ആ സമയത്താണ് ഈ മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടം, മർമ്മരം 2 സിനിമകൾ അധ്യാപകരുടെ കഥകളാണ്. നേരെ അങ്ങ് തിരിഞ്ഞു. അതുപോലെ അമരം, വെങ്കലം, നേരത്തെ നമ്മൾ പറഞ്ഞ സിനിമകളെല്ലാം തന്നെ ഈ 38 സിനിമകൾക്കും 33 ചലച്ചിത്ര ഗ്രന്ഥങ്ങളാണ്. ഈ മാളൂട്ടിയുടെ പേരെഴുതി കാണിക്കുമ്പോൾ കുറെ ചിത്രങ്ങളുള്ളത് അച്ഛൻ തന്നെ വരച്ചാണോ? അത് ഞാനും ശ്രീകുട്ടിയും കൂടെ വരച്ചാണ്. കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ആ 2 ഡ്രോയിങ്സ് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കുറച്ചുകൂടെ മെച്ചോർഡായിട്ട് നല്ല. അത് ശ്രീ വെറുതെ വട്ടമൊക്കെ വരച്ചിരിക്കുന്നൊക്കെ അത് ഞാൻ അത് കാരണം ഈ ആ സിനിമയിൽ ഈ പട്ടിയും കുട്ടിയും കൂടെ ഒരു തിണ്ണയിലെ പുറംതിരിഞ്ഞിരിക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു മാളൂട്ടിയുടെ. ആ ചിത്രം ഇവര് ടൂറ് പോകുന്ന സ്ഥലത്തൊരു സായിപ്പ് വരയ്ക്കുന്നതാണ്. ഈ കുട്ടീനെ ഇരുത്തിയിട്ട് അതും പിന്നെ ഇവളൊരു ഡാൻസ് കോസ്റ്റ്യൂമിൽ നിൽക്കുന്ന ഒരു മോഹിനിയാട്ടം കോസ്റ്റ്യൂമിൽ നിൽക്കുന്നത്. ആ ചിത്രങ്ങളൊക്കെ അച്ഛൻ വരച്ചതാണോ? ആയിരിക്കാം, നമുക്കറിയത്തില്ല. പക്ഷെ ടൈറ്റിൽ കാർഡിലുള്ള എല്ലാം ടൈറ്റിൽ കാർഡിലുള്ള അത് 2 വ്യത്യാസക്കാട്, 2 പ്രായമുള്ള ആൾക്കാര്. അതുപോലെ കാറ്റത്തെ കിളിക്കൂടിന്റെ ടൈറ്റിൽസ് വളരെ ബ്യൂട്ടിഫുൾ അല്ലേ? അത് ഭരതേട്ടൻ തന്നെ ചെയ്തായിരിക്കും. കാറ്റത്തെ കിളിക്കൂടിന്റെ ടൈറ്റിൽ നമ്മളെ കൊതിപ്പിച്ച് കളയും. ഒരു കിളികളും ഈ പറഞ്ഞ മിന്നാമിന്നിങ്ങിന്റെ